ഹായ്, LK ആണ്. JEE എക്സാമിനേഷൻ്റെ റിസൾട്ട് ഫേസ് 1 വന്നതിൻ്റെ സന്തോഷത്തിലാണ്, അല്പം സങ്കടത്തിലുമാണ് നിങ്ങളെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. സങ്കടത്തെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഞാൻ ആദ്യം സന്തോഷത്തിലേക്ക് വരാം. അതിഗംഭീരമായ റിസൾട്ട്, സൈലത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച റിസൾട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഓൾ ഇന്ത്യ റിസൾട്ടും കേരള റിസൾട്ടുമായി സൈലത്തിൻ്റെ റിസൾട്ട് വരും ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം പുറത്തോട്ടേക്ക് വിടാനിരിക്കുന്നു. അതിൻ്റെ വാർത്തകൾ പുറത്തു വരുന്നു. അപ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായി വളരെ കുറഞ്ഞ കാലം കൊണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാക്കാത്ത അച്ചീവ്മെൻ്റാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരോടും കൺഗ്രാജുലേഷൻസ് പറയുകയാണ്. നിങ്ങളാൽ കഴിയുന്നതിൻ്റെ മാക്സിമം, ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻ അപ്പുറത്തേക്കുള്ള പെർഫോമൻസ് നിങ്ങളെല്ലാവരും നടത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് കയ്യടിയുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഞാനിനി നേരെ സങ്കടത്തിലേക്ക് വരാം. ഇപ്പോൾ വന്നിരിക്കുന്നതും സങ്കടം പറയാൻ തന്നെയാണ്. കുറേ പേർ മാർക്ക് കുറഞ്ഞു പോയി, പെർസെൻറ്റേജിൽ താണുപോയി, അല്ലാതെ കഷ്ടപ്പെട്ടിരുന്നു, എന്നിട്ടും ഞങ്ങൾ വിചാരിച്ചിടത്ത് എത്തിയില്ല എന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ട്. സങ്കടപ്പെടേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, 2 ഫേസിലായി ഒരു പരീക്ഷ നടക്കുന്ന സമയത്ത് ഒട്ടും സങ്കടപ്പെടേണ്ട കാര്യമില്ല. എന്തിനായിരിക്കും NTA 2 ഫേസിൽ പരീക്ഷ നടത്തുന്നതെന്ന് നിങ്ങൾക്ക് സിംപിളി ആലോചിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഫേസ് 1 ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോയാൽ, നിങ്ങളുടെ പെർഫോമൻസ് മോശമായാൽ, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇവാലുവേറ്റ് ചെയ്ത് എവിടെയാണ് ഞങ്ങൾക്ക് സ്ട്രെങ്ത് കുറവുള്ളത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്യാനുള്ള അവസരമാണ് സെക്കൻഡ് ഫേസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ഫേസ് എക്സാമിനേഷൻ വരുന്നുണ്ട്. സോ ഫസ്റ്റ് ഫേസിൽ വരുത്തിയ എല്ലാ കുഴപ്പങ്ങളെയും സെക്കൻഡ് ഫേസിൽ പരിഹരിച്ച് വേണം നിങ്ങൾ ഗംഭീരമായ റിസൾട്ടിലേക്ക് എത്താൻ. സോ സങ്കടപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ ഫസ്റ്റ് ഫേസിൽ തന്നെ നന്നായി പെർഫോം ചെയ്തിട്ടും പെർസെൻറ്റേജിൽ കുറഞ്ഞു പോയവരുണ്ട്. അവരുടെ സങ്കടം എനിക്ക് മനസ്സിലാവും. പക്ഷേ അത് ഞാൻ മാത്രം മനസ്സിലാക്കിയാൽ പോരാ, സൈലത്തിൽ അധ്യാപകർ മനസ്സിലാക്കിയാൽ പോരാ, അതവരുടെ പാരൻസും അവരുടെ ചുറ്റും റിസൾട്ട് വെയിറ്റ് ചെയ്ത് ആകാംക്ഷയോടെ കാത്തിരുന്നവരും എല്ലാം മനസ്സിലാക്കണം. നോർമലി മാർക്ക് കൊണ്ട് മാത്രം ക്രാക്ക് ചെയ്യാവുന്ന ഒന്നല്ല JEE. പെർസെൻറ്റേജ് സ്കോർ എന്ന് പറയുന്നത് ഒരു കോംപ്ലിക്കേറ്റഡ് കണക്കാണ്. അത് പാരൻസ് മനസ്സിലാക്കാൻ മാക്സിമം ശ്രമിക്കണം. എത്ര പേർ പരീക്ഷ എഴുതുന്നു എന്നതിനനുസരിച്ചാണ് പലപ്പോഴും പെർസെൻറ്റേജ് സ്കോർ മികച്ചതായി തീരുന്നത്. കൂടുതൽ പേർ പരീക്ഷ എഴുതിയാൽ പെർസെൻറ്റേജ് കുറയാൻ സാധ്യതയുണ്ട് എന്നല്ല, ഡെഫിനറ്റായും പെർസെൻറ്റേജ് കുറയും. കഴിഞ്ഞ വർഷത്തെ പരീക്ഷ നിങ്ങൾ നോക്കിയാൽ 6 ദിവസമായിട്ടാണ് JEE എക്സാമിനേഷൻ നടന്നത്. 8.5 ലക്ഷം പേരാണ് കഴിഞ്ഞ വർഷം പരീക്ഷ എഴുതിയത്. ഒരു ദിവസം 2 ഷിഫ്റ്റ്, ഷിഫ്റ്റ് 1 ഷിഫ്റ്റ് 2, അങ്ങനെ 6 ദിവസം വരുമ്പോൾ ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവുമായി, രാവിലെയും ഉച്ചയ്ക്ക് ശേഷമായി 2 ഷിഫ്റ്റ് വരുമ്പോൾ ടോട്ടലി 12 ഷിഫ്റ്റുകളാവും അല്ലേ. 6 ദിവസം എന്ന് പറയുമ്പോൾ 12 ഷിഫ്റ്റുകളിലായാണ് കഴിഞ്ഞ വർഷം പരീക്ഷ നടന്നത്. ഈ വർഷം 8.5 ലക്ഷം പേരിൽ നിന്ന് 12 ലക്ഷത്തോളം പേരിലേക്ക് പരീക്ഷ എഴുതിയവരുടെ എണ്ണം കൂടി. എണ്ണം കൂടുമ്പോൾ പെർസെൻറ്റേജിൽ കുറയുമെന്ന ബോധ്യം ആദ്യമേ ഉണ്ടാവണം. അപ്പോൾ കഴിഞ്ഞ വർഷം ഉള്ളവരെക്കാൾ റിസ്ക് ഈ വർഷക്കാർക്കുണ്ട്. അതവിടെ കിടക്കട്ടെ. 12 ലക്ഷത്തിലേക്ക് ആളുകളുടെ എണ്ണം കൂടുമ്പോൾ സ്വാഭാവികമായും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും 6 ദിവസം കഴിഞ്ഞ വർഷം നടന്ന 8.5 ലക്ഷം പേർക്ക് നടത്തിയ പരീക്ഷ ഒരു 7 ദിവസമോ 8 ദിവസമോ ഒക്കെ ആയി കൂടുമെന്ന്. അങ്ങനെ കൂടിയില്ല. ഈ വർഷം അത് 5 ദിവസമായി കുറഞ്ഞു. അപ്പോൾ 12 ഷിഫ്റ്റിലായി കഴിഞ്ഞ വർഷം നടന്ന പരീക്ഷ 5 ദിവസം രാവിലെയും ഉച്ചയ്ക്കും എന്ന് പറയുമ്പോൾ 10 ഷിഫ്റ്റിലേക്ക് ചുരുങ്ങി. അപ്പോൾ 2 ഷിഫ്റ്റ് കട്ടായി. ആ കട്ടായ 2 ഷിഫ്റ്റിലുള്ള എണ്ണം ഉണ്ടല്ലോ, ആ ഹ്യൂജ് നമ്പർ ഉണ്ടല്ലോ, അതിനെ ബാക്കി ഷിഫ്റ്റുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താണ് പരീക്ഷ എഴുതിച്ചത്. ബാക്കി 5 ദിവസങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താ പരീക്ഷ എഴുതിച്ചത്. അപ്പോൾ സ്വാഭാവികമായും യൂണിഫോമായി വേണം എല്ലാ ഷിഫ്റ്റിലും റിമൈനിങ് ആയ കുട്ടികളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. അതല്ല സംഭവിച്ചത്. പല ഷിഫ്റ്റിലും പല എണ്ണം കുട്ടികളെയാണ് NTA ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. അങ്ങനെ വന്നപ്പോൾ ഫസ്റ്റ് ഷിഫ്റ്റിൽ മാത്രം പരീക്ഷ എഴുതാൻ 3 ലക്ഷത്തോളം കുട്ടികളുള്ള സാഹചര്യമാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത്. ബാക്കി ഷിഫ്റ്റുകളിലാവട്ടെ അതിൻ്റെ പാതി എണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം മറ്റ് ഷിഫ്റ്റുകളിൽ ഒരു 1.5 ലക്ഷം പേർ പരീക്ഷ എഴുതിയ സ്ഥാനത്ത് ഒന്നാമത്തെ ഷിഫ്റ്റിൽ പരീക്ഷ എഴുതിയ കുട്ടികളുടെ എണ്ണം അതിൻ്റെ ഓൾമോസ്റ്റ് ഡബിളാണ്. അതുകൊണ്ട് ഫസ്റ്റ് ഷിഫ്റ്റിലുള്ളവരുടെ പെർസെൻറ്റേജ് സ്കോർ നന്നായി കുറവായിരിക്കും. അത് അവരുടെ കുഴപ്പമല്ല, അത് NTA കുഴപ്പമാണ്. പക്ഷേ കുഴപ്പം NTA എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും നമ്മുടെ സങ്കടം തീരില്ല. ദയവായി NTA അത് വരുംകാലങ്ങളിൽ നടത്തരുത് എന്നൊരു റിക്വസ്റ്റ് NTA മുമ്പിൽ വെക്കുക മാത്രമേ നമുക്ക് നിവൃത്തിയുള്ളൂ. പക്ഷെ പാരൻസ് ഇത് മനസ്സിലാക്കണം. 6ാമത്തെയും 7ാമത്തെയും ഒക്കെ ഷിഫ്റ്റിൽ, അതായത്
തേർഡ് ഡേയും ഫോർത്ത് ഡേയും ഒക്കെ പോയി പരീക്ഷ എഴുതിയ കുട്ടികൾ ഒരു 170 മാർക്ക് വാങ്ങിയെന്ന് എക്സ്പെക്റ്റ് ചെയ്യൂ. നിങ്ങൾ 170 മാർക്ക് വാങ്ങിയ ആ കുട്ടിയുടെ പേഴ്സൻറ്റേജ് ഈ വർഷം 99% മുകളിലാണ്. പക്ഷെ ഇതേ 170 മാർക്ക് ആദ്യ ദിവസം എഴുതിയ ഫസ്റ്റ് ഷിഫ്റ്റിൽ എഴുതിയ കുട്ടി വാങ്ങിയപ്പോൾ അവരുടെ പേഴ്സൻറ്റേജ് സ്കോർ 94ആണ്. അപ്പോൾ ഒരേ മാർക്ക്, പക്ഷെ ഒരാളുടെ പേഴ്സൻറ്റേജ് 94ഉം അടുത്തയാളുടെ പേഴ്സൻറ്റേജ് 99ഉമാണ്. സങ്കടപ്പെടരുത് നിങ്ങൾ. കാരണം 99% മുകളിൽ സ്കോർ ചെയ്യാനുള്ള മാർക്ക് കപ്പാസിറ്റി നിങ്ങളുടെ മാർക്കിലൂടെ നിങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ 170 മാർക്ക് 99% മുകളിൽ എത്താനുള്ള കപ്പാസിറ്റിയാണ്. നിങ്ങളുടേതല്ലാത്ത കുഴപ്പം കൊണ്ട് പേഴ്സൻറ്റേജ് കുറഞ്ഞു പോയി. പക്ഷേ ഫേസ് 2 ഡെഫിനറ്റായും ആ കപ്പാസിറ്റി നിങ്ങൾക്ക് കാണിക്കാനാവും. ആ ശേഷി നിങ്ങളിലുണ്ട്. അതുകൊണ്ട് ആ ശേഷി എന്നിലുണ്ട്. എൻ്റെ ശേഷിക്കൊരു കുറവും ഉണ്ടായിട്ടില്ല. എൻ്റെ കുഴപ്പമാണ് എൻ്റെ പേഴ്സൻറ്റേജ് സ്കോറിൽ കുറവുണ്ടാക്കിയത് എന്ന് അഭിമാനത്തോടെ നിങ്ങളുടെ പാരൻസിനോടും നിങ്ങളുടെ ചുറ്റുമുള്ളവരോടും നിങ്ങൾക്ക് പറയാനും അടുത്ത ഫേസിൽ കുറച്ചുകൂടെ വാശി, കുറച്ചുകൂടെ പോരാട്ടം കാണിച്ച് നിങ്ങളാൽ കഴിയുന്നതിൻ്റെ മാക്സിമം ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. ഒരുപാട് പേർക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സങ്കടപ്പെടരുതെന്ന് പറഞ്ഞ് സൈലത്തിൻ്റെ റിസൾട്ട് വന്നപ്പോൾ തന്നെ 90% കടന്ന ഒരാൾ ഇവിടേക്ക് കോൾ ചെയ്ത് പറഞ്ഞത്, കഴിഞ്ഞ വർഷം എനിക്ക് 20% ആയിരുന്നു, ഈ വർഷം ഞാൻ 90% എത്തി. സൈലത്തിൽ റിപ്പീറ്റ് ചെയ്ത് ഞാൻ 90% എത്തി. 90% ഒരു ഗ്രേറ്റ് അച്ചീവ്മെൻ്റ് ആണോ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും. പക്ഷേ കഴിഞ്ഞ വർഷം 20% ഉണ്ടായിരുന്ന ഒരാൾ ഈ വർഷം 90% എത്തി എന്നതിനെ ഗ്രേറ്റ് 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 അച്ചീവ്മെൻ്റ് എന്ന് തന്നെയാണ് ഞാൻ കാണുക. അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരാൾ സാന്ദ്രയാണ്. കഴിഞ്ഞ വർഷം സൈലത്തിനകത്ത് നിന്ന് JEE അഡ്വാൻസ്ഡ് ക്വാളിഫൈ ചെയ്ത് ട്രിവാൻഡ്രം IISTയിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സാന്ദ്രയുടെ ഒരു രസവും ഇതുപോലെ തന്നെയാണ്. സാന്ദ്ര 20% ഇതേപോലെ സ്കോർ ചെയ്ത് സൈലത്തിൽ വന്ന് റിപ്പീറ്റ് ചെയ്ത് ഫസ്റ്റ് ഫേസ് എഴുതിയ സമയത്ത് 91% സാന്ദ്രയുടെ മാർക്ക്. അപ്പോൾ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സങ്കടത്തിലൊക്കെയാണ് സാന്ദ്രയും ഇരിക്കുന്നത് നിങ്ങൾ ആലോചിക്കണേ. എന്നിട്ട് സാന്ദ്രയോട് നമ്മൾ സെക്കൻഡ് ഫേസ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് സാന്ദ്ര പോയി സെക്കൻഡ് ഫേസ് എഴുതി. സെക്കൻഡ് ഫേസിലും സാന്ദ്രയ്ക്ക് ഏതാണ്ട് അതേ മാർക്കേ ഉള്ളൂ, അതേ പെർസെൻറ്റേജേ ഉള്ളൂ. 92% സാന്ദ്ര വന്നത്. അപ്പം 91, 92 ആ പെർസെൻറ്റേജിൽ പോയി നിന്നു. പക്ഷേ മുമ്പ് 20% ആയിരുന്നു എന്ന് നിങ്ങൾ ഓർമ്മിക്കണം കേട്ടോ. എന്നിട്ട് സാന്ദ്ര പോയി അഡ്വാൻസ്ഡ് എക്സാമിനേഷൻ എഴുതി. ഈ 92% കൊണ്ട് പോയി അഡ്വാൻസ്ഡ് എക്സാമിനേഷൻ എഴുതി ക്രാക്ക് ചെയ്തിട്ടാണ് ഇപ്പം IISTയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ആരുടെയും പെർഫോമൻസ് മോശമൊന്നുമല്ല. നിങ്ങളിലെല്ലാം അതിഗംഭീരമായി പരീക്ഷ ക്രാക്ക് ചെയ്യാൻ ശേഷിയുള്ള ഒരാളുണ്ട്. പക്ഷേ ചുറ്റും നിന്ന് ഈ 99.9% ഒക്കെ ന്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ മോശമായോ, ഞങ്ങൾ ഇക്കൂട്ടത്തിലൊന്നും പെടുത്താൻ ശേഷിയില്ലാത്തവരാണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. അതൊന്നുമല്ല, നിങ്ങളെല്ലാം ഗംഭീരരായ മക്കളാണ്. അടിപൊളിയായി ഫേസ് 2ഉം അതിനുശേഷം JEE അഡ്വാൻസ്ഡും എഴുതാൻ ശേഷിയുള്ളവരാണ്. അത് നിങ്ങൾ തെളിയിച്ചിരിക്കുമെന്ന സമ്പൂർണമായ കോൺഫിഡൻസ് സൈലത്തിനുണ്ട്. സൈലത്തിൻ്റെ മുഴുവൻ JEE വിങ്ങിനും അതുണ്ട്. നിങ്ങളെയാണ് ഏറ്റവും കൂടുതൽ സൈലം വിശ്വസിക്കുന്നത്. നിങ്ങളുടെ പെർഫോമൻസ് കാത്താണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഇങ്ങനെ പെർഫോം ചെയ്ത് ഇറങ്ങിപ്പോയവരാണ് സൈലത്തിലെ JEE ക്രാക്ക് ചെയ്തവരെല്ലാം. ആ കൂട്ടത്തിൽ ഇപ്പോൾ ഞാൻ സാന്ദ്രയെക്കുറിച്ച് പറഞ്ഞതുപോലെ പറയാനുള്ള സ്റ്റോറികൾ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കി തരും എന്നുറപ്പിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളെ കാണാൻ ഞാൻ വന്നത്. അതുകൊണ്ട് സങ്കടപ്പെടരുത്. നമുക്ക് ഭാവിയെക്കുറിച്ച് പോസിറ്റീവായി തിങ്ക് ചെയ്യാം. എല്ലാവരും ഓടി ഇങ്ങോട്ടേക്ക് വരണം. നമ്മൾ അഡ്വാൻസ്ഡ് എക്സാമിനേഷൻ വരെ ഊർജിതമായി പരിശ്രമിക്കും. നമ്മളാൽ കഴിയുന്നതിൻ്റെ മാക്സിമം നമ്മൾ പുറത്തെടുക്കും. ആൾ ദി ബെസ്റ്റ്.